ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയപാത 66 വാഹനങ്ങൾ പോകുന്നതാണ്. ഇപ്പോൾ ഞാനുള്ളത് കഴക്കൂട്ടം മുതൽ കാരോട് വരെ നീളുന്ന ദേശീയപാത 66 ഇടയിലെ പോർഷനാണ്. ഇവിടെ നിൽക്കാൻ കാരണം നമുക്കെല്ലാം അറിയാം, രാജ്യത്തിൻ്റെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബും ആഗോള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബുമായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രാൻസ്ഷിപ്മെൻറ്റ് സീപോർട്ട് മുതൽ ഞാൻ നിൽക്കുന്ന NH66 വരെ ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട ടാറിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വർക്കുകൾ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഏതൊക്കെ റോഡ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് അറിയാൻ സാധിക്കില്ലെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കാരോട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തമിഴ്നാട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ. അതായത് കാരോട് മുതൽ കന്യാകുമാരി വരെ എക്സ്റ്റൻഷൻ ഉള്ളതാണ്. കന്യാകുമാരി വരെ എക്സ്റ്റൻഷൻ ആയിക്കഴിഞ്ഞാൽ തമിഴ്നാട് ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിലർ ലോറികൾ ഈ റോഡിലൂടെയാണ് പോർട്ടിനകത്തോട് പ്രവേശിക്കുന്നത്. അതുമാത്രമല്ല, പോർട്ടിൽ നിന്ന് വരുന്ന ട്രെയിലർ ലോറികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. ഇതൊരു താൽക്കാലിക റോഡ് തന്നെയാണ്. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഈ റോഡിൻ്റെ അപ്ഡേഷൻ നമുക്ക് നോക്കാം. നമുക്ക് പോകാം ഡീറ്റെയിൽ ലിങ്ക് റോഡ് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നിന്നും വളരെ വ്യക്തമായിട്ട് എത്ര ദിവസം കൊണ്ട് നമുക്ക് NHലേക്ക് ട്രെയിലർ ലോറികൾ പ്രവേശിക്കാൻ സാധിക്കും എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് ആരും ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഞാൻ നിൽക്കുന്നത് NHൻ്റെ മുകളിലുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നാണ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പലപ്പോഴായിട്ട് നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്, പോർട്ടിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. 1700 മീറ്ററാണ് ഈ ലിങ്ക് റോഡിൻ്റെ ടോട്ടൽ ലെന്ത് വരുന്നത്. ഇപ്പോൾ ടാറിംഗ് വർക്കുകൾ നടക്കുന്നത് കാണാൻ സാധിക്കും. ടാറിംഗ് വർക്ക് നടക്കുന്നതിന് മുന്നെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ആ വീഡിയോ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയോളമായി നമ്മൾ അപ്ഡേഷൻ എടുത്തിട്ട്, കാരണം കഴിഞ്ഞ ആഴ്ച വരാനായി സാധിക്കില്ല. അതുകൊണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള അപ്ഡേഷനാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത്. ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ, പ്രീവിയസ് ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ പറയുന്ന ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ നടന്നു കഴിഞ്ഞാൽ ഈ സൈഡ് വ്യൂ ഒക്കെ നമുക്ക് വളരെ, അതായത് നമുക്ക് ഈ NHൻ്റെ മുകളിൽ നിന്നാലാണ് അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കുക. അതായത് ഒരു ഫ്രെയിമിൽ തന്നെ വളരെ കുറച്ച് ദൂരം ഇത് കവർ ചെയ്യാനേ സാധിക്കും. വണ്ടികൾ തിരിഞ്ഞു പോകുന്നത്, അതായത് താൽക്കാലിക റോഡിലൂടെ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇതുപോലെ തന്നെയാണ് വാഹനങ്ങൾ വന്ന് തിരിഞ്ഞു പോകുന്നത്. ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ സാധിക്കാം. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ദൂരെയായിട്ടാണ് ഈ റോഡിൻ്റെ കട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഭാഗത്തുള്ള എൻട്രൻസ് വരുന്നത് ഈ ഭാഗമാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അത് മാത്രമല്ല, നമ്മൾ ഈ ടാറിംഗ് പോർഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു പോർഷൻ വേക്കൻ്റ് ആയിട്ടുണ്ട്, അതായത് മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടി നോക്കാം. കുറച്ച് അങ്ങോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടം വരെയാണ് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി മുന്നോട്ടുള്ള പോർഷനിൽ ഇനി ടാറിംഗ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ടാറിംഗ് കംപ്ലീറ്റ് ചെയ്ത പോർഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. കേട്ടോ, ഇതുവരെയാണ് മണ്ണിട്ട് ഹൈറ്റ് കൂട്ടിയതിന് ശേഷമാണ് ടാറിംഗ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈറ്റ് കൂട്ടുമെന്നുള്ളത്. അത് തീർച്ചയായിട്ടും ഹൈറ്റ് കൂട്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ ഒരു 20-30 മീറ്ററാണ് ഇനി മാക്സിമം ടാറിംഗ് നടക്കാനുള്ളത്. ബാക്കി എല്ലാ പോർഷനും ടാറിംഗ് നടന്നതായിട്ടാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത്. ഉള്ളിലേക്ക് പോയാൽ മാത്രമേ അത് അറിയാനായി, ഡീറ്റെയിൽ ആയിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് അറിയാനായി സാധിക്കുള്ളൂ എത്ര ഹൈറ്റിനാണ്, അല്ലെങ്കിൽ എത്ര ഇഞ്ചിനാണ്, എത്ര സെൻറ്റിമീറ്ററാണ് ടാറിംഗ് ഉള്ളത്. ടോട്ടൽ 10 സെൻറ്റിമീറ്ററാണ് ടാറിംഗ് ഉള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി നോക്കാം. നമുക്ക് ഈ പോർഷനിലേക്ക് പോയിട്ട് കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൈറ്റിൽ നിന്നുള്ള വ്യൂ വളരെ നല്ലതാണ്. അതിൽ നിന്ന് എളുപ്പം നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഈ റോഡ് ട്രിവാൻഡ്രം ഭാഗത്തേക്ക്, അതായത് പോർട്ടിൽ നിന്ന് വന്ന് കണ്ടെയ്നർ ലോറികൾ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഈ പോർഷൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ NH66 പ്രവേശിക്കുന്ന താൽക്കാലിക ലിങ്ക് റോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഇനി ടാറിംഗ് ജോലികൾ ബാക്കിയുള്ളത് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. ഇത്രയും പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ പലപ്പോഴായിട്ട് കട്ടിംഗ് പോർഷനൊക്കെ ഞാൻ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഈ പറയുന്ന 2 റോഡുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിവൈഡർ പോലെ കാണുന്നത്. അതായത് നിലവിൽ റോഡിൻ്റെ ടോട്ടൽ ലെന്ത്, 2 റോഡിൻ്റെയും കൂടി ടോട്ടൽ ലെന്ത് വരുന്ന 11 മീറ്ററാണ്. കണ്ടോ, ഈ പോർഷനാണ് നമുക്ക് ഇനി കട്ട് ചെയ്യാനുള്ളത്. ഈ പോർഷനാണ് ഇനി കട്ട് ചെയ്യാനുള്ളത്. ഇവിടെ നിന്നും മാർക്കിംഗ് ഉണ്ട്. ഇത്രത്തോളമാണ് ഇനി കട്ട് ചെയ്യാനുള്ളത്. കട്ട് ചെയ്തതിന് ശേഷമാണ് ട്രെയിലർ ലോറികൾ NHലേക്ക് പ്രവേശിക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കും. NH66 വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം വാഹനങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് കടന്നു പോകുന്ന റോഡ് തന്നെയാണ്. കാരണം സ്ട്രെയിറ്റ് ആൻഡ് റോഡ്, അതിനാൽ ധാരാളം സിഗ്നലുകൾ ഇവിടെ സ്ഥാപിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ലൊരു സ്ട്രെയിറ്റ് റോഡ് തന്നെയാണിത്.
ഇനി നമുക്ക് ഈ റോഡിൻ്റെ ഡീറ്റെയിൽ വർക്കുകൾ നോക്കാം. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വാഹനങ്ങളിൽ ഇപ്പോൾ ടിപ്പർ ലോറികളിലായിട്ട് ഇതിലേക്ക് സോയിൽ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് തോന്നുന്നു മിക്സ് ചെയ്ത മണലാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ ചെമ്മണ്ണും ട്രെഡ്ജ് ചെയ്ത മണലും കൂടി ചേർന്ന് മിക്സ് ചെയ്ത് ഒരു നിശ്ചിത റേഷ്യോയിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മളെ വർക്കിൻ്റെ പല ഭാഗത്തും നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫില്ല് ചെയ്ത് ടാറിങ് ജോലികൾ നടക്കുന്നത്. അങ്ങനെ തന്നെയാണ് നേരത്തെ കണ്ട എല്ലാ വർക്കുകളും. ഈ ഭാഗത്താണ് ടാറിങ് ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ട എനിക്ക് തോന്നുന്നു 1500 മീറ്റർ വരെയാണെങ്കിൽ ഇൻ്റർലോക്ക് ഇട്ടാണ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. പോർട്ട് മുതൽ 1500 മീറ്റർ വരെ ഏകദേശം ഇൻ്റർലോക്കാണ് നമ്മൾ കണ്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ലിങ്ക് ചെയ്യുന്ന പോർഷനിലെല്ലാം ടാറിങ് ജോലികളാണ് നടക്കുന്നത്, ടാറിങ് വർക്കുകളാണ് നടക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള പോർട്ടിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന മിക്സിംഗ് മണ്ണാണ്, അതല്ലെങ്കിൽ നിലവിൽ മിക്സിംഗ് സോയിലാണ് നമുക്കിവിടെ ലോറികളിലെ ഡംപ് ചെയ്യുന്നതാണ്. അത് നമുക്ക് വന്നപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. ഈ ഡംപ് ചെയ്യുന്ന ആ പോർഷൻ മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നോക്കിയാൽ തന്നെ 20 അല്ലെങ്കിൽ 25 മീറ്റർ മാത്രം, 25 മാക്സിമം 30 മീറ്റർ, 50 മീറ്റർ കൂടി വരില്ല. 25 അല്ലെങ്കിൽ 30 മീറ്ററാണ് മാക്സിമം ഇനി മണ്ണ് ലെവൽ ചെയ്തതിന് ശേഷം ടാറിങ് നടക്കാനുള്ളത്. ബാക്കി എല്ലാ പോർഷനിലും ടാറിങ് നടന്നെന്നാണ് നമുക്ക് ഹൈറ്റുള്ള പ്ലേസിൽ നോക്കി, അതായത് നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നോക്കിയാൽ ഈ പറയുന്ന അണ്ടർപാസിൻ്റെ മുകളിൽ നോക്കിയാൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് വളരെ സാവധാനം ഉള്ളിലേക്ക് പോകാം. ഈ 2 റോഡായിട്ടാണ് കാണാനായി സാധിക്കുന്നത്. ഈ 2 റോഡും ടോട്ടൽ വിഡ്ത്ത് വരുന്നത് ഏകദേശം 11 മീറ്ററാണ്. ഓരോ റോഡും 5.5 മീറ്റർ വിഡ്ത്താണ് വരുന്നത്. അതുമാത്രമല്ല ഡ്രെയിനേജിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായി സാധിക്കും. അത് നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഈ വയലും പാടവുമായിട്ടുള്ള പ്ലേസാണിത്. അതിനാൽ വെള്ളക്കെട്ട്, ചെറിയ മഴ ഇല്ലെങ്കിൽ തന്നെ വെള്ളക്കെട്ടുണ്ട്. അതിനാൽ ഇവർ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര വെള്ളം വന്നാലും ആ ഡ്രെയിനേജ് സിസ്റ്റത്തിലൂടെ ഒഴുകി പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ കൂടുതലായിട്ടുള്ള അങ്ങോട്ടുള്ള പോർഷനിലെ വർക്കുകൾ നമുക്ക് നോക്കാം. അതായത് ഈ ഡ്രെയിനേജ് സിസ്റ്റം ഏതെങ്കിലും ഈ പറയുന്ന കുളത്തിലോ പുഴയിലോ ലിങ്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നതും എന്ന് നമുക്ക് തീർച്ചയായിട്ടും അങ്ങോട്ട് പോയാൽ മാത്രമേ അറിയാനായി സാധിക്കുള്ളൂ. നമുക്ക് ഇവിടെ നമ്മുടെ വാഹനം വെച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വളരെ അതിശയത്തോടെ തന്നെ കാണാൻ സാധിക്കുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ വന്ന അപ്ഡേഷൻ അല്ല ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ടാറിങ് കംപ്ലീറ്റ് ചെയ്ത് ഇതാണ് നമ്മുടെ അണ്ടർപാസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു കണ്ടെയ്നർ ലോറികൾക്ക് സുഗമമായിട്ട് പാസ് ചെയ്യാൻ അണ്ടർപാസിലൂടെ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരു പുതുമയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് പോർട്ടിലേക്ക് വരുന്ന സ്റ്റോൺ മാറ്റുന്ന ലോറികളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ലോറികളെല്ലാം ഇതുവഴിയാണ് പോർട്ടിലേക്ക് പ്രവേശിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ഇതുവഴി പോകാനായി സാധിക്കും. ഇതാദ്യമായിട്ടാണ് ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് ഈ അപ്ഡേഷനിൽ കാണാനായി സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ഇങ്ങനെ ആയിരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നിന്നും, അതായത് 2 ആഴ്ചയിൽ വന്ന മാറ്റങ്ങൾ വളരെ വലിയ മാറ്റം എന്ന് തന്നെ എടുത്തു പറയാനായി സാധിക്കും. അത് കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ കണ്ടവർക്ക് തീർച്ചയായിട്ടും ആ വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാക്കാനേ സാധിക്കും. ഈ ഭാഗത്തെല്ലാം ചെമ്മണ്ണ് ഫില്ല് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം ഈ ഭാഗത്തെല്ലാം എനിക്ക് തോന്നുന്നു മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിച്ച് റോഡിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയായിരിക്കും ഈ ഒരു പ്ലേസ് ഉള്ളതെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട നേരത്തെ വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്ന് കണ്ട ആ ഒരു ടാറിങ് നടക്കുന്ന, അതായത് നമ്മൾ NH-നോട് ചേർന്നിട്ട് പോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ പറയുന്ന ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള റോഡാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 2 റോഡുണ്ട്. ഒരു റോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഹൈറ്റ് കൂട്ടിയ പ്ലേസ് ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിക്കാം കണ്ടോ. അതായത് പോർട്ടിൽ നിന്ന് വരുന്ന റോഡ് 2 റോഡായിട്ട് തിരിഞ്ഞ് ഒരു റോഡ് നമ്മളിവിടുത്തെ ലോക്കൽസിനെയും നമുക്കിവിടെ ഉള്ളവർക്ക് സാധാരണക്കാർക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഈ സാധാരണക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന അതേ റോഡിൽ കൂടി തന്നെ സാധാരണ വണ്ടികൾ പോകുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഹൈറ്റ് കൂട്ടിയ റോഡ്, ഹൈറ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രത്തോളം ഹൈറ്റ് കൂട്ടിയിട്ടാണ് ടാർ ചെയ്തിട്ടുള്ള ആ മാർക്കിംഗ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഹൈറ്റ് കൂട്ടിയ റോഡിലൂടെയാണ് ട്രെയിലർ, ഹെവി വെഹിക്കിൾ അല്ലെങ്കിൽ വലിയ വെയിറ്റുമായിട്ട് വരുന്ന ടണ്ണേജ് കൂടിയ നമ്മുടെ ട്രെയിലർ ലോറികൾക്ക് NH-ലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹൈറ്റ് കൂട്ടി വളരെ ഈസി ആയിട്ട് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത്. ആ റോഡാണിത്. അപ്പോൾ ടോട്ടൽ ഈ റോഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5.5 മീറ്ററാണ് വിഡ്ത്ത് വരുന്നത്. തൊട്ടപ്പുറത്ത് കണ്ട റോഡിനും 5.5 മീറ്റർ തന്നെയാണ്. ഈ സൈഡിലുള്ള ഡ്രെയിനേജ് നേരത്തെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഡ്രെയിനേജൊക്കെ നേരത്തെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞു. ഈ 2 റോഡിൻ്റെ ഡ്രെയിനേജ് നിലവിൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ടാറിങ് ജോലികൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടാറിങ് ഇനി എനിക്ക് തോന്നുന്നു ടോട്ടൽ 10 സെൻറ്റിമീറ്ററാണ് ടാറിങ്ങിൻ്റെ ഈ പറയുന്ന ഹൈറ്റ് വരുന്നത്. ടോട്ടൽ
തിക്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 6 സെൻറ്റിമീറ്ററോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 4 സെൻറ്റിമീറ്റർ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. നമ്മൾ ഹൈറ്റ്, അതായത് നമ്മൾ ഈ NHൻ്റെ മുകളിൽ നോക്കുമ്പോൾ കണ്ട ആ പോർഷനിലേക്ക് നമുക്ക് ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ടാറിങ് ഇതുവരെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ കുറച്ചുകൂടി അടുത്ത് വന്നപ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും അറിയാനായി സാധിക്കുന്നത്. വളരെ ദൂരെയായിട്ട് ഒരു റെഡ് കളറിൽ ഒരു ബാരിക്കേഡ് കാണാൻ സാധിക്കും. അതുവരെയാണ് നമുക്ക് ടാർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 25 മീറ്റർ തന്നെ വരും കണ്ടോ, 20 അല്ലെങ്കിൽ 25 മീറ്റർ, 30 മീറ്റർ വരുമെന്ന് സംശയമാണ് കേട്ടോ. അത്രത്തോളം അടുത്താണ്. ഇത്രയും പോർഷനിലാണ് നമുക്കിനി ടാർ ചെയ്യാനുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് ആ വർക്കുകൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയാനായി സാധിക്കുന്നുണ്ടോ. ഇത്രയും പോർഷനിലാണ് നമുക്കിനി ടാർ ചെയ്യാനുള്ളത്. അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. 2 ആഴ്ച കൊണ്ടെന്നുള്ള വ്യത്യാസം നമുക്കിനി എത്ര ദിവസം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ടാർ ചെയ്ത് ഇവിടെ എത്താനായി സാധിക്കും. ആ കട്ട് ചെയ്യേണ്ട പോർഷൻ എനിക്ക് തോന്നുന്നു 10-15 മീറ്റർ ആയിരിക്കും നിലവിൽ. കറക്റ്റായിട്ട് എനിക്ക് എത്ര ലെന്ത് എന്നറിയില്ല. കട്ട് ചെയ്യേണ്ട പോർഷൻ NHലേക്ക് എൻട്രൻസിന് വേണ്ടിയുള്ള ആ ഒരു പോർഷൻ എത്ര മീറ്ററാണ് കട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് ഹൈറ്റുള്ള പ്ലേസ് കാരണം തീർച്ചയായിട്ടും അതിനനുസരിച്ച് മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ടാറിങ് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ്. ആ ജോലികളാണ് ഇനി ബാക്കിയുള്ളത്. ബാക്കി എല്ലാ പോർഷൻ, അതായത് നമ്മളിപ്പോൾ കണ്ടത് പോർട്ടിൽ നിന്നും ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ അപ്ഡേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇനി ഈ കാരോട് ഭാഗത്തു നിന്നും പോർട്ടിലേക്ക് വരുന്ന, അല്ലെങ്കിൽ തമിഴ്നാട് ഭാഗത്തു നിന്നും പോർട്ടിലേക്ക് വരുന്ന ട്രെയിലർ ലോറികളുടെ റോഡും നമുക്ക് ഇതുപോലെ തന്നെ നോക്കണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡീറ്റെയിൽ അപ്ഡേഷൻ ആയതിനാൽ നമുക്ക് ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയേ മനസ്സിലാവും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അറിയാനായി സാധിക്കുന്നതല്ല. ഇനി നമുക്ക് വന്ന വഴി തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കൽ വർക്ക്, കേബിളിൻ്റെ വർക്കുകളൊക്കെ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടാറിങ് വർക്കുകളൊക്കെ നടക്കുന്നത്. ഇനി ഇവിടെ എനിക്ക് തോന്നുന്നു ലൈറ്റിൻ്റെ വർക്കൊക്കെ ഇനി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഹൈമാസ് ലൈറ്റ് ഏതായാലും ഇവിടെ എവിടെയെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു ജംഗ്ഷൻ പോലെ ആയിട്ടുണ്ട്. അതുമാത്രമല്ല ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ആൾക്കാരെ നിയമിച്ചതായിട്ട് കാണാനായി സാധിക്കും. ഈ റോഡ് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ റോഡിലൂടെ ട്രെയിലർ ലോറികൾ മാത്രമാണ് കടന്നു പോകുന്നത്. ഇതിൻ്റെ ഹൈറ്റും കൂട്ടിയതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ ക്ലോസിംഗ് ഉള്ളത്. നിലവിൽ ഇവിടെയുള്ളവർ സഞ്ചരിക്കുന്ന റോഡ് സൈഡിലൂടെയാണ്. അത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 ആഴ്ച കൊണ്ടുവന്നുള്ള വ്യത്യാസമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ വ്യത്യാസം എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും എടുത്തു പറയാനായി സാധിക്കുന്നതാണ്. അണ്ടർപാസ് വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന തമിഴ്നാട് ഭാഗത്തേക്കാണ് നമുക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ പോർഷനിൽ നല്ലൊരു വീതി ഉണ്ടോ, കാരണം ഒരു ജംഗ്ഷൻ പോലെ ഒരു സ്ഥലമാണ്. ഇവിടെയും ട്രാഫിക് സിഗ്നലുകളും ക്രോസിംഗ് എല്ലാം കാണും. വണ്ടികൾ തമ്മിലുള്ള ക്രോസിങ്ങും ട്രാഫിക് സിഗ്നലും അതിനനുസരിച്ചുള്ള കൺട്രോൾ ചെയ്യേണ്ട ആൾക്കാർ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഇവിടെ കാണാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് മാത്രമല്ല പോർട്ടിൽ നിന്നും വരുന്ന ലോറികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഫേസിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ ഈ 3 വർക്കും സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോൺ, അതായത് ലക്ഷക്കണക്കിന് 10 നാച്ചുറൽ സ്റ്റോണാണ് നമുക്ക് ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ളത്. ആ സ്റ്റോണുമായി വന്ന ലോറികളാണ് ഇപ്പോൾ ഇതുവഴി തിരിച്ചു പോകുന്നത്. ടാറിങ്ങിലൂടെ തന്നെ ഈസി ആയിട്ട് തിരിച്ചു പോകുന്നത് കാണാൻ സാധിക്കും. ഹെവി ലോറികൾ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു താൽക്കാലിക റോഡുണ്ട്. ആ റോഡിലൂടെയാണ് ആ വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ 2 റോഡ് തീർച്ചയായിട്ടും പോർട്ടിൽ നിന്ന് വരുന്നുള്ള 2 റോഡ് തീർച്ചയായിട്ടും മനസ്സിലായി കാണും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് കാരോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പോർട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി റോഡിൻ്റെ വർക്കുകൾ എന്തൊക്കെയായി എന്നാണ് നോക്കുന്നത്. ഈ ഭാഗത്തെല്ലാം ടാറിങ് കംപ്ലീറ്റ് ആയിരുന്നു. നമ്മൾ 2 ആഴ്ചയ്ക്ക് മുന്നേ ഈ റോഡിൻ്റെ വർക്കുകൾ അതായത് നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ടാറിങ് ഒന്നും ആയിട്ടില്ല. റോഡിൻ്റെ സ്ട്രക്ചർ ആവുന്ന സമയത്താണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത്. തീർച്ചയായിട്ടും സ്ട്രക്ചർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കോൺക്രീറ്റ് ഡിവൈഡർ വെച്ചതിന് ശേഷം ഇവിടെ നമുക്ക് കോൺക്രീറ്റ് ബാരിക്കേഡ് നമുക്ക് വെച്ചതിന് ശേഷം ഇതാണ് നമുക്ക് കാണാൻ സാധിക്കണ്ടോ. ഇത് നമുക്ക് വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ NH66 എന്നൊരു എൻട്രൻസ് പോയിൻ്റ് ഇവിടെയുണ്ട്. ആ പോർഷനിലൂടെയാണ് ഈ വാഹനം കടന്ന് ഈ റോഡിലൂടെ വരുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ തന്നെയായിരിക്കും ട്രെയിലർ ലോറികളും ഈ റോഡിലൂടെ കടന്നു വരുന്നത്. സാധാരണക്കാർക്ക് വരുന്ന വണ്ടി ഈ ഇപ്പോൾ വന്നതുപോലെ ഈ പോർഷൻ വന്ന് 2 ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാൻ സാധിക്കും. പോർട്ടിൻ്റെ സൈഡിലേക്കും പോകാം. പിന്നെ അത് മാത്രമല്ല തുടർന്ന് വിഴിഞ്ഞം ഭാഗത്തേക്കും പോകാനായി സാധിക്കും. അതുമാത്രമല്ല ഈ സൈഡിൽ ഈ പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരമായ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഈ പോർഷൻ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ റോഡിൻ്റെ ഭംഗി വളരെ കൂടുതലായിരിക്കും. ഒരു താൽക്കാലിക റോഡായാൽ കൂടി തന്നെ വളരെ ഭംഗിയായിട്ടായിരിക്കും ഈ റോഡ് കംപ്ലീറ്റ് ആകും എന്ന് തന്നെ മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഇപ്പോൾ ഇവിടെ വർക്കേഴ്സിനെ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ഡിവൈഡിങ് പോർഷൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പോർഷൻ. ഇനി നമുക്ക് അറിയേണ്ടത്, നമുക്ക് NHൻ്റെ അതായത് നമ്മുടെ ഉള്ളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ ഇത്രയും പോർഷൻ കണ്ടു കഴിഞ്ഞു. അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറികൾ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നു. പോർട്ടിൽ നിന്ന് വരുന്ന ലോറികൾ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നു. തീർച്ചയായിട്ടും 2 റോഡും നമ്മൾ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുന്നോട്ട് പോകണം. മുന്നോട്ട് നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കറിയില്ല.
സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ മീൻസ് റോഡ് ലൈറ്റിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്, ആ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടോ, ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ വർക്കുകൾ എന്തൊക്കെയായി എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് ഓരോ വർക്കും ഡീറ്റെയിൽ അപ്ഡേഷൻ എടുക്കുന്ന കാരണം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആദ്യമായിട്ടല്ല എനിക്ക് തോന്നുന്നു 40-50 അപ്ഡേഷൻ നമ്മുടെ ഈ ലിങ്ക് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ കാട് പിടിച്ച് കിടന്നപ്പോൾ മുന്നേ തന്നെ ഇവിടെ കുളമായിരുന്നപ്പോൾ മുന്നേ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അന്ന് തൊട്ട് നമ്മൾ ഇതുവരെ ഈ വർക്ക് ഫൈനലാവുന്ന രീതിയിൽ തന്നെ ആ സമയത്ത് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അപ്ഡേഷൻ എടുക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നത്. അഥവാ ഈ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ പോർഷനിലാണ് ഇനി നമ്മുടെ ലൈറ്റ്സ് ഒക്കെ വരുന്നത്. വളരെ ദൂരെയായിട്ട് ആ ലൈറ്റ്സ് കാണാൻ സാധിക്കും. അതുപോലുള്ള ലൈറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കേബിളൊക്കെ കടന്നു പോകുന്ന പോർഷനുണ്ട് കണ്ടോ. ഇവിടെ ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ആകും. കാരണം അങ്ങനെ പറയാൻ കാരണം ഇത് കോൺക്രീറ്റ് പോർഷൻ കൂടി മാത്രം മതി. ഇതിൽ നെട്ടും സ്ക്രൂ വരെ ഉണ്ട്. കാരണം ഒരു 4 നെറ്റ് ബോൾട്ടിലാണ് ആ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് ഇവിടെ നമുക്ക് കാണാനേ സാധിക്കുന്നത്. അത് പല ഷേപ്പിലുമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒക്ടേൺ ഷേപ്പുണ്ട്, പല ഷേപ്പിലുണ്ട് ലൈറ്റ്സ്. ആ ലൈറ്റ്സിൻ്റെ പോൾ വെക്കുന്നതിന് വേണ്ടിയാണ് ഈ വർക്ക് നടക്കുന്നത്. ഇപ്പോൾ ഒന്ന് നമ്മൾ കണ്ടു, ഇങ്ങനെ 2-3 എണ്ണം ഇവിടെ നിരത്തി കാണും. ഇവിടെ വർക്കിംഗ് സ്റ്റാഫിനെ നമുക്ക് ഇവിടെ കാണാനായി സാധിക്കും. ഇത് ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഇത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ, കാരണം ആ ബോൾട്ട് കറക്റ്റ് ലെവലിലായിരിക്കണം, ലെവലിലാക്കിയാൽ മാത്രമേ കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്രെയിൻ ഉപയോഗിച്ച് പിക്ക് ചെയ്ത് മുകളിൽ വെച്ചതിന് ശേഷം സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ വർക്കുകൾ, അതായത് ലൈറ്റിൻ്റെ ഈ പറയുന്ന പോളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയത് കഴിഞ്ഞു. പിന്നെ കണക്ഷൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ആദ്യം പെർഫെക്റ്റ് ആയാൽ മാത്രമേ കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വർക്കുകളാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ആ സമയത്ത് തന്നെ പോർട്ടിൽ നിന്നും ധാരാളം വാഹനങ്ങൾ പോർട്ടിന് പുറത്തേക്ക് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാനായി സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, സെക്കൻഡ് ഫേസിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുമായി പോയ ലോറികളാണ് സ്റ്റോൺ ഡംപ് ചെയ്തതിന് ശേഷം, അത് നമുക്കറിയാം, എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് സ്റ്റോണാണ് നമുക്കിനി വേണ്ടി വരിക. ആ സ്റ്റോൺ ഡംപ് ചെയ്തതിന് ശേഷം ലോറികൾ മടങ്ങി പോകുന്നതാണ് നമുക്ക് അവിടെ കാണാനായി സാധിക്കുന്നുണ്ടാവും. ഇവിടെയും ഫൗണ്ടേഷൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന ലൈറ്റിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ NH നോക്കുമ്പോഴുള്ള ആദ്യത്തെ ബ്രിഡ്ജാണ് നമ്മൾ കാണുന്നത്. പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ കുറച്ചപ്പുറത്ത് സ്റ്റാർട്ടിംഗ് ആണ്. ആ സ്റ്റാർട്ടിങ് വരെ 500 മീറ്ററും ഈ ബ്രിഡ്ജ് ഏകദേശം ഒരു 30-40 മീറ്ററാണ്. അങ്ങനെയാണ് 530 മീറ്ററിലാണ് നിൽക്കുന്നത് കണ്ടോ. ഇത്രയും പോർഷനാണ് നമ്മളിപ്പോൾ അവസാനമായി വർക്കുകൾ നടക്കുന്ന, അതായത് നമ്മുടെ ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട ടാറിങ് വർക്കുകൾ നടക്കുന്ന പോർഷനാണ് ഇത്രയും പോർഷൻ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് കണ്ടോ. ഈ സൈഡ് പോർഷൻ, ഈ പോർഷൻ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി എനിക്ക് തോന്നുന്നു ഒരു 4-5 കണത്തിൽ ടാറിങ് കൂടി വരുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ടോട്ടൽ 10 സെൻറ്റിമീറ്റർ, 4 ഇഞ്ചല്ല, 4 നിലവിൽ അതെ 10 സെൻറ്റിമീറ്ററാണ്. 4 സെൻറ്റിമീറ്ററോട് വരും എന്നാണ്. അതായത് ഫൈനലായിട്ട് ഫിനിഷിങ്ങിൻ്റെ ഒരു ടാറിങ് ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ വർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന NH66 ലിങ്ക് ചെയ്യുന്ന എൻഡ് പോർഷൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ കണ്ടിരുന്നു. ആ ഡ്രെയിനേജ് സിസ്റ്റം എൻഡ് നമ്മൾ ഇവിടെയാണ്. ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളത്തിലേക്കാണ് എൻഡ് പോർഷൻ വരുന്നുണ്ടോ. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ ധാരാളം വെള്ളം ഇവിടേക്ക് ഒലിച്ചു വരും. അതെല്ലാം നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ ഇത് സൈഡ് കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടാകും. നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് താഴോട്ടിറങ്ങി നോക്കണം ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ വർക്ക് എന്തായെന്ന്. നമ്മൾ റോഡ് മാത്രമല്ല കാണിക്കുന്നത്, റോഡിലൂടെ തന്നെ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നതനുസരിച്ച് ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെ എല്ലാവർക്കും കേബിളിൻ്റെ വർക്ക് എല്ലാം ഉൾപ്പെടെ കംപ്ലീറ്റ് ആയാൽ മാത്രമേ റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവും. അല്ലാതെ ടാറിട്ടെന്ന് പറഞ്ഞോ കോൺക്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞോ റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആകില്ല. റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവണമെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം, ഇലക്ട്രിക് ലൈനിൽ മൊത്തം വർക്കുകൾ കംപ്ലീറ്റ് ആയാലും റോഡിൻ്റെ വർക്ക് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആവുള്ളൂ. ആ വർക്കിൻ്റെ പാഷനാണ്, ആ വർക്കിൻ്റെ ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയാൽ മാത്രം ഈ ഭാഗത്തെല്ലാം കൂടുതൽ ഇപ്പം മഴയും ചെളിയൊന്നും ഇല്ലാത്ത സമയമാണ്. എങ്കിലും ഇവിടെ എക്സ്കവേറ്റർ ഇട്ട് കുഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊത്തവും വെള്ളമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടവും ചെളിയുമായിട്ടുള്ള പ്ലേസ് തന്നെയാണ്. അതാണ് നികത്തിയെടുത്ത് നമ്മൾ ഈ പറഞ്ഞ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചെളിയും കുളമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് ലാഗ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഇത് മുന്നോട്ട് പോകേണ്ടതായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചെളിയായിരുന്നു എന്നുള്ള പ്ലേസ്. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോ 20-25 പ്രീവിയസ് വീഡിയോ നോക്കിയാൽ എങ്ങനെയാണ് ഈ റോഡ് ഇത്രത്തോളം കൺസ്ട്രക്ട് ചെയ്ത് വന്നത് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാനേ സാധിക്കും. ധാരാളം വർക്ക് സ്റ്റാഫിനെ കാണാൻ സാധിക്കും. ഉച്ചയായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വരുന്ന ഉച്ചയ്ക്കാണ്. എല്ലാവരും ലഞ്ച് ബ്രേക്കിനൊക്കെ പോകുന്ന സമയമാണ് ഇപ്പോഴുള്ള. നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകാം. ഉള്ളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഡ്രെയിനേജ് കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ അതോ ഈ പറയുന്ന എക്സ്കവേറ്റർ ഇട്ട് കുഴിയെടുത്തിട്ടുള്ളത് മാത്രമാണോ എന്നറിയാൻ സാധിക്കണമെങ്കിൽ കുറച്ച് താഴോട്ട് ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ഓരോ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്ന കാരണം അത് കറണ്ട് സ്റ്റാറ്റസ് എന്തൊക്കെയാണ് അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു വർക്ക് കണ്ടാൽ ഇനി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആകും
എന്ന് തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന രീതിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ പോർഷനിലെല്ലാം കണ്ടോ, ഈ സൈഡ് വാളിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി സ്ലാബ് ഇട്ടാൽ മാത്രം മതി. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു സൈഡ് വാളിൻ്റെ ഹൈറ്റ് കൂട്ടാനുണ്ട്. ആ പറയുന്ന അയൺ റോഡ്സിൻ്റെ ഹൈറ്റ് കൂട്ടിയിരിക്കുന്നു. ആ പോർഷനിൽ കോൺക്രീറ്റ് ആയി കഴിഞ്ഞിട്ട് ഈ പോർഷനിൽ ഇത്രയും കൂടി ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ. ഇവിടെ കോൺക്രീറ്റിൻ്റെ വർക്കുകൾ നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരാഴ്ച വേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ ഈ കോൺക്രീറ്റ് പോർഷനും സൈഡ് വാളിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരാഴ്ചയ്ക്കകത്ത് മതിയാവുമായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തവർക്ക് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഉണ്ടോ, ഇത്രത്തോളം കോൺക്രീറ്റിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് നേരെ കുളത്തിൻ്റെ പോർഷനിലായിരിക്കും ഇത് ലിങ്ക് ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്നും ഇനി അടുത്ത ഡ്രെയിനേജ് സിസ്റ്റം കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡ്രെയിനേജ് സിസ്റ്റത്തിലൂടെ ഇത് നേരെ പോർട്ടിൻ്റെ അപ്പുറത്ത് കടലിലേക്ക് ഒഴുകി ഇറങ്ങുന്ന സിസ്റ്റത്തിലായിരിക്കാം ഇത് ലിങ്ക് ചെയ്യല്. കാരണം ഇവിടെ വെള്ളം കെട്ടിക്കിടക്കില്ല ഒരിക്കലും, കാരണം വയലായതിനാൽ തീർച്ചയായിട്ടും വെള്ളം കെട്ടിക്കിടക്കില്ല. ഇത് ആ ഒരു സിസ്റ്റത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ പറയുന്ന പോർട്ടിൻ്റെ സൈഡിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തത് പ്രീവിയസ് വീഡിയോ 5 or 6 എനിക്ക് തോന്നുന്നു 6 or 7 പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആ ഡ്രെയിനേജ് സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ ലിങ്ക് ഡ്രെയിനേജ് സിസ്റ്റത്തിലൂടെ വെള്ളം അങ്ങ് തീർച്ചയായിട്ടും എത്തിക്കാനായി സാധിക്കും. ഇതാണ് നമ്മുടെ ഇപ്പോൾ നിലവിൽ കണ്ട ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ അവസാനഘട്ട വർക്കിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കുറച്ച് മനസ്സിലായി കാണും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഈ റോഡ് നമുക്ക് പോർട്ടിലേക്ക് പോകാം. പോർട്ടിലേക്ക് 2 ആഴ്ച കൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ഈ റോഡിലൂടെ പോയാൽ മാത്രമേ മനസ്സിലാവൂ. കാരണം സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള ഹെവി എക്യുപ്മെൻറ്റ്സ് വന്നിട്ടുണ്ടോ, പുതിയ വല്ല മാറ്റങ്ങളും ഇതിൽ വന്നിട്ടുണ്ടോ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ റോഡിൻ്റെ നിലവിലെ അവസ്ഥ എന്താണ്? കാരണം ഇവിടെ നിന്നാണ് ടാറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ബാക്കി എല്ലാ പോർഷനിലും ഇത് കോൺക്രീറ്റ് വരാൻ കാരണം ഇതൊരു ബ്രിഡ്ജാണ്. ആകെ 2 ബ്രിഡ്ജാണ് നമ്മുടെ ഈ NH66 പോർട്ടിൻ്റെ ഇടയ്ക്കായിട്ടുള്ളത്. ഈ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ് കുറച്ച് മുന്നോട്ട് പോയി സ്റ്റാർട്ടിങ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ പോർഷൻ വരെ നമുക്ക് 1500 മീറ്ററാണ് പോർട്ടിൽ നിന്നും ഈ പോർഷൻ മുതൽ നമുക്ക് ഇൻ്റർലോക്കാണ് വരുന്നത്. ഹെവി ഇപ്പോൾ ലോറികൾ ഇപ്പോൾ ഇൻ്റർലോക്കിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, സ്റ്റോണുമായിട്ട് കടന്നു പോകുന്നുണ്ട്. ആ സ്റ്റോണുമായിട്ട് കടന്നു പോയിട്ടും ഇൻ്റർലോക്കിന് ഒരു അനക്കവുമില്ല. അപ്പോൾ ഇതിലും വലിയ വെയിറ്റുള്ള വണ്ടി വന്നാലും ഒന്നും പറ്റില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന ആരോ മാർക്കുള്ള ആ ഒരു ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു ബോർഡ് തന്നെയാണ്. എല്ലാവർക്കും, നമ്മുടെ പോർട്ടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ ബോർഡ് വളരെയധികം സന്തോഷം നിറഞ്ഞതായിരിക്കും. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം 100% ഈ പോർഷനിലെല്ലാം ലൈനിങ് ഉൾപ്പെടെയുള്ള എല്ലാ വർക്കുകളും നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുന്നേ തന്നെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോയിൽ കണ്ടുള്ളവരാണ്. പലപ്പോഴും പോർട്ടിൻ്റെ സൈഡിൽ വന്നവർക്ക് തീർച്ചയായിട്ടും ഈ റോഡിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. മാസങ്ങൾക്ക് മുന്നേ തന്നെ ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഹെവി ഈ പറയുന്ന ക്രെയിനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എക്സ്കവേറ്റർ ആണെന്ന് തോന്നുന്നു, ഹെവി എക്സ്കവേറ്റർ. കാരണം ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ബാക്കി വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ വർക്കിന് ആവശ്യമായിട്ടുള്ള ഹെവി മെഷീൻസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മുടെ പോർട്ടിലേക്ക് ഹെവി മെഷീൻസ് ഒഴുകി എത്തുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യ ബ്രിഡ്ജും ഞാനിപ്പോൾ വരുന്ന NH നിന്നാണെങ്കിൽ 2ാമത്തെ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷനിൽ നിന്നും 1200 മീറ്ററാണ്. അത് പോർട്ടിൽ നിന്ന് വരുമ്പോൾ 1200 മീറ്റർ. ഇനി 300 മീറ്റർ കഴിഞ്ഞ സെക്കൻഡ് ബ്രിഡ്ജ്. അങ്ങനെ 2 ബ്രിഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ സൈഡിൽ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തും നമ്മൾ ഇവിടെ നിന്നും ആദ്യം മുതലേ തന്നെ നമ്മൾ ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇനി അടുത്ത് ഇൻ്റർലോക്കാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ ടാറിങ് പോർഷൻ അത് അത്ര അവസാനഘട്ട വർക്കുകൾ. എനിക്ക് തോന്നുന്നു ഒരു 140-150 മീറ്റർ മാത്രമാണ് ഈ ടാറിങ് വർക്കുകൾ ഉള്ളത്. അല്ലെങ്കിൽ 200 മീറ്ററിനകത്ത് മാത്രമേ ടാറിങ് വർക്കുകളുള്ളൂ. നമ്മൾ ബാക്കി എല്ലാ പോർഷനിലും നമ്മൾ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളാണ് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ലോറികളിലെ ഈ പറയുന്ന സോയിൽ നമ്മൾ എൻഡ് പോർഷനിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഹെവി സ്റ്റോൺ ഡംപ് ചെയ്തതിനു ശേഷം ലോറികൾ ധാരാളമായി പോകുന്നുണ്ട്. സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും പോർട്ടിൻ്റെ പരിസരങ്ങളിൽ വന്നാൽ തന്നെ ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ധാരാളം ഹെവി ലോറികൾ ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇതിപ്പോൾ ലിങ്ക് റോഡിൻ്റെ എൻഡ് പോർഷൻ എന്നല്ല പറയുന്നത്, നമ്മുടെ പോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് പോകുന്ന റോഡാണ്. ഈ ഭാഗത്തെല്ലാം ഇപ്പോൾ നമുക്ക് ഹെവി എക്യുപ്മെൻറ്റ്സുമായിട്ട് ലോറികൾ, എനിക്ക് തോന്നുന്നു അയൺ പ്ലേറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നിർത്തി നോക്കിയാൽ അത് അറിയാനായി സാധിക്കുന്നുണ്ടോ. ധാരാളം ലോറികളുണ്ട്. കാരണം ബെർത്തിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ബെർത്തിന് ആവശ്യമായിട്ടുള്ള ഈ പ്ലേറ്റ്സുകളായിരിക്കാം ചിലപ്പോൾ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ നമുക്ക് നിർത്തിയിട്ട് നമുക്ക് നോക്കാം. കേട്ടോ, ഹെവി ലോറികളിലെ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഹെവി എക്യുപ്മെൻറ്റ്സ് നമ്മുടെ പോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഇത് പ്ലേറ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഉണ്ടോ,
ഇതെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഫേസിൻ്റെ ഡീറ്റെയിൽ കറണ്ട് അപ്ഡേഷൻ നമ്മൾ നോക്കുന്നതായിരിക്കും. അത് നമ്മൾ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറുണ്ട്, ബെർത്തുണ്ട്, യാർഡ് അസൻഷൻ ഉണ്ട്. ഈ 3 വർക്കുകളും എത്രത്തോളം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് അതിൽ നിന്നും തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. ഇതാ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ക്രെയിനുകളെ കൊണ്ട് നിരന്നിരിക്കുന്നു. ധാരാളം ക്രെയിനുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രേക്ക് വാട്ടറിൻ്റെ ആയാലും ബെർത്തിൻ്റെ ആയാലും ഈ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനോടൊപ്പം തന്നെ പോർട്ടിൻ്റെ പല ഭാഗത്തുമുള്ള ചെറിയ കൺസ്ട്രക്ഷൻ എല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ മെയിൻ വർക്കുകളെന്ന് പറയുന്നത് ബ്രേക്ക് വാട്ടർ, ബെർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന വർക്കുകളാണെങ്കിലും 2028 കൂടി നമ്മളെ പോർട്ട് ഫുൾ ഫ്ലഡ്ജ് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ വർക്കുകളും പോർട്ടിൻ്റെ പല ഭാഗത്തും നടക്കുന്ന മനസ്സിലാക്കാനായി സാധിക്കും. ഇതാണ് പോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് ഗേറ്റിലേക്ക് പോകുന്ന റോഡാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് കോവളം ഭാഗത്ത് നിന്ന് വരുന്ന റോഡാണ്. ഇതാ നമ്മൾ വന്ന വഴിയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ലിങ്ക് റോഡ്. ഈ ഭാഗത്തെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. പോർട്ടിൻ്റെ മെയിൻ റോഡിലേക്ക്, അതായത് പോർട്ടിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് പോകുന്ന റോഡാണ്. ഇതാ നമ്മൾ അതിനെ മുറിച്ച് കൊണ്ടു പോകുന്ന റോഡ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹൈ മാസിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കോവളം ഭാഗത്ത് നിന്ന് വരുന്ന റോഡ് നേരെ നമ്മളെ പോർട്ടിലൂടെ മുന്നോട്ട് പൂവാറിലേക്ക് പോകുന്നതാണ്. ഇതിപ്പോൾ പൂവാർ ഭാഗത്തു നിന്ന് ഒരു ബസ് ഇങ്ങോട്ട് കടന്നു വരുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനൊരു ഹൈവേ റോഡുണ്ട്. ഇവിടെ എന്തെങ്കിലും സിഗ്നൽ ലൈറ്റ് വെച്ചിട്ടായിരിക്കും താൽക്കാലിക ഒരു കണക്ഷൻ ഇവിടെ കൊടുക്കുന്നത്. കാരണം സദാസമയം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും പെർമനൻറ്റ് റോഡ് വരുമ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കും. ചിലപ്പോൾ ഫ്ലൈ ഓവർ വരാനാണ് ചാൻസ് വളരെ കൂടുതൽ. കാരണം വാഹനങ്ങൾ പോർട്ടിലും ധാരാളം വന്നു പോവുകയും മെയിൻ റോഡിലൂടെ കടന്നു പോകുന്നതും റോഡാണ് നമുക്കിപ്പോൾ കാണാനായി സാധിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പോർട്ട് മുതൽ NH 66 വരെ ലിങ്ക് ചെയ്യുന്ന 1700 മീറ്റർ ലിങ്ക് റോഡിൻ്റെ കറണ്ട് അപ്ഡേഷൻ. താങ്ക് യു ഫ്രണ്ട്സ്.